കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ പഞ്ചാശത്തമോധ്യായഃ. 50-ാമത്തെ അധ്യായത്തിൽ ഇന്ന് നമുക്ക് 21 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ജരാസന്ധൻ മധുരയെ വളഞ്ഞിരിക്കുകയാണ്. ജരാസന്ധൻ തൻ്റെ സൈന്യത്തെ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ചുറ്റും, അതായത് ബലരാമനെയും കൃഷ്ണനെയും നടുവിൽ വരത്തക്കവണ്ണം വ്യൂഹം ചമച്ചു. കൃഷ്ണൻ തുണീരത്തിൽ നിന്ന് മൂർച്ചയുള്ള ആയുധങ്ങളെടുത്ത് ഞാൻ വലിച്ച് വിട്ടു. ജരാസന്ധൻ്റെ 23 അക്ഷൗണി പടയും നശിക്കപ്പെട്ടു. ആനകൾ, കുതിരകൾ, തേരുകൾ, സാരഥികൾ, കാലാൾപ്പട ഇവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. കൃഷ്ണൻ രാമനും കൂടി എല്ലാവരെയും കൊന്നു വീഴ്ത്തി. ജരാസന്ധനെ കൊല്ലാൻ ബലരാമൻ തുനിഞ്ഞപ്പോൾ കൃഷ്ണൻ വിലക്കി. കാരണം അവൻ ഇനിയും ദുഷ്ട രാജാക്കന്മാരെയും കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ അവരെ എല്ലാം നശിപ്പിച്ച് നമുക്ക് ഭൂമിയുടെ ഭാരം തീർക്കാമെന്ന് പറഞ്ഞു. ജരാസന്ധനെ ജയിച്ച ഭഗവാൻ കൃഷ്ണൻ മധുര വീതിയിൽ കൂടി നടന്നപ്പോൾ മധുരാവാസികൾ പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, മലരുകൾ ഇവ കൊണ്ട് സ്വീകരിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ജരാസുതസ്താവ് അഭിസൃത്യ മാധവോ മഹാബലൗഖേന ബലീയസാവൃണോ സൈന്യയാനധ്വജവാജി സാരഥി സൂര്യ അനലൗ വായുർ ഇവാഭ്ര രേണുഭിഃ. ജരാസുതഃ തൗ അഭിസൃത്യ മാധവൗ മഹാബലൗഖേന ബലീയാസ ആവൃണോത് സൈന്യയാന ത്വജ വാജി സാരഥി സൂര്യ അനലൗ ചിലർ അനാലവ് എന്നുണ്ട്. സൂര്യ അനലൗ വായുഹു ഇവ അപ്ര രേണുഭിഃ. ബലീയാസ അധികം ശക്തിയുള്ളതായ മഹാബലൗഖേന മഹാസൈന്യം കൊണ്ട് ജരാസുതഃ ജരയുടെ സുതൻ, അതായത് ജരാസന്ധൻ, തൗ മാധവോ ആ മാധവന്മാരെ അഭിസരിച്ചിട്ട് സൈന്യ യാനധ്വജ വാജി സാരഥി സൈന്യങ്ങളെയും വാഹനങ്ങളെയും ധ്വജത്തെയും കുതിരയോടും തേരാളിയോടും കൂടിയവനായിട്ട് വായു കാറ്റ് അഭ്രരേണുഭിഃ മേഘങ്ങൾ കൊണ്ടും പൊടികൾ കൊണ്ടും സൂര്യ അനലൗ ഇവ സൂര്യനെയും തീനെയും എന്ന പോലെ ആവൃണോ മറയ്ക്കപ്പെട്ടു. അപ്പോൾ വായു അടിക്കുമ്പോൾ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കും. അതുപോലെ പൊടികൾ പറന്ന് തീയെ മറയ്ക്കും. അതുപോലെ ഇവരെന്ത് ചെയ്തു? ജരാസന്ധന്റെ സേന കൃഷ്ണനെയും ബലരാമനെയും മറച്ചു. അതായത് അവരുടെ ചുറ്റും സൈന്യങ്ങളെ വ്യൂഹമായി നിർത്തി ബലരാമനും കൃഷ്ണനും നടുവിൽ വരത്തക്കവണ്ണം ഇവരെ സേനയെ അവർക്ക് ചുറ്റും വിന്യസിച്ചു. അപ്പോൾ അവരെ പെട്ടെന്ന് കൊല്ലാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അവർക്ക് സൈന്യം കുറവാണല്ലോ. അങ്ങനെ വിചാരിച്ച് കാറ്റടിക്കുമ്പോൾ പൊടികൾ പറന്ന് അഗ്നിക്ക് ചുറ്റും പറക്കുന്നത് പോലെ, അതുപോലെ മേഘങ്ങൾ കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നത് പോലെ ഇവരെന്ത് ചെയ്തു? ഇവരുടെ സൈന്യങ്ങൾ കൊണ്ട് ഈ കൃഷ്ണനെയും ബലരാമനെയും ചുറ്റി നിന്നു. ജരാസ്തുതസ്താവ അഭിസൃത്യ മാധവൗ
മഹാബലൗഖേന ബലീയ സാവൃണോ സസൈന്യയാനധ്വജവാജി സാരഥി സൂര്യാനലൗ വായുരിവാഭ്രരേണുഭിः. ശ്ലോകം 22. സുവർണധാലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയപുരാട്ടാലക ഹർമ്യഗോപുരം സമാശ്രിത സമ്മുമുഹു സുചാർദിതാഃ. സുവർണതാലധ്വജ ചിഹ്നിതൗ. കൃഷ്ണ രാമന്മാരുടെ തേരുകൾ, 2 തേരുകൾ വരുത്തിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ചിഹ്നം എന്താണ്? ഗരുഡനും സുവർണ, താലധ്വജ പനയുമാകുന്ന കൊടി അടയാളമുള്ള ഹരിരാമയോഹോ, ഹരിയുടെയും കൃഷ്ണൻ്റെയും രാമൻ്റെയും രഥങ്ങളെ. അപ്പോൾ അവരുടെ രഥത്തിൻ്റെ കൊടിയടയാളം എന്താണ്? ഗരുഡനും പനയുമാണ് ചിഹ്നം. മൃത യുദ്ധത്തിൽ അലക്ഷ്യയന്ത്യഹ, രഥൗ അലക്ഷ്യയന്ത്യഹ എന്നാണ്. സുവർണ താലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷ്യയന്ത്യഹ. അലക്ഷ്യയന്തഃ കാണാത്തവരും പുര അട്ടാലക ഹർമ്യഗോപുരം, പുരത്തിൻ്റെ ഗോപുരങ്ങൾ മാളികകളുടെ മുകളിൽ സമാശ്രിത ആരോഹണം ചെയ്തവരായി ശുചാർച്ചിത ശോകപീഡിതരായ സ്ത്രീകൾ സമ്മോഹിച്ചു. അപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ കൃഷ്ണന് പരാജയം സംഭവിക്കുമെന്ന് പേടിച്ച് അവിടെയുള്ള ഗോപുരങ്ങളുടെയും മാളികകളുടെയും മുകളിലൊക്കെ കയറി നിന്ന് സ്ത്രീകൾ നോക്കുകയാണ്. കൃഷ്ണരാമന്മാർക്ക് തോൽവി സംഭവിക്കുമോ എന്നുള്ള ദുഃഖത്താൽ അവർ സമ്മോഹിച്ചു, മോഹാലസ്യം പ്രാപിച്ചു. അവർക്കാകെ വിഷമമായി. അപ്പോൾ യുദ്ധം ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ സ്ത്രീകൾ ആ ഗോപുരങ്ങളുടെയും മാളികയുടെ മുകളിലുമൊക്കെ കയറി നിന്ന് കൃഷ്ണ രാമന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ശ്രദ്ധിക്കുകയാണ്. സുവർണതാലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷയന്തോ ഹരിരാമയോർമൃതേ സ്ത്രിയപുരാട്ടാലകർമ്യഗോപുരം സമാശ്രിത സമ്മുമുഹു ശുചാർത്തിതാഃ. ശ്ലോകം 23. ഹരിപരാനീക പയോ മുജാമുഹു ശിലീമുഖാത്യ ഉൽബണ വർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വിസ്ഫൂർജയത് ശാർങ്ങശരാസനോത്തമം. ഹരിഹി പരാനീക പയോ മുചാം മുഹുഹു ശിലീമുഖ അത്യുൽബണ വർഷപീഡിതം സ്വസൈന്യം ആലോക്യ അസുരാർച്ചിതം വിസ്ഫൂർജയത് ശാർങ്ങ ശരാസന ഉത്തമം. പരാനീക പയോമുജ ശത്രു സൈന്യങ്ങളാകുന്ന പയോമുജ മേഘങ്ങളുടെ ശിലീമുഖ അത്യുൽബണ വർഷപീഡിതം ബാണങ്ങളാകുന്ന ഘോരമഴയാൽ ദുഃഖിക്കുന്നതായ സ്വസൈന്യം, തൻ്റെ സൈന്യത്തെ ആലോക്യ കണ്ടിട്ട്. അതായത് മേഘങ്ങൾ മഴ പെയ്യിക്കുന്നത് പോലെയാണ് ശത്രു സൈന്യം പ്രയോഗിക്കുന്ന. ശത്രു സൈന്യം 23 അക്ഷോഹിണി ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ ശത്രു സൈന്യം ശരവർഷങ്ങൾ ഇങ്ങനെ അയക്കുകയാണ്. അപ്പോൾ തൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ സകല ദുർജനങ്ങളെയും നശിപ്പിക്കാൻ ശക്തനായ ഭഗവാൻ കൃഷ്ണൻ ദേവന്മാരും അസുരന്മാരും ബഹുമാനിച്ച് പൂജിച്ചു പോന്നു വരുന്ന ശാർങ്ങമെന്ന ധനുസ്സെടുത്ത് വളച്ചു പിടിച്ച് പലവട്ടം ഡങ്കാരം പുറപ്പെടുവിച്ചു.
അസുരാർച്ചിതം, ദേവന്മാരും അസുരന്മാരും പൂജിക്കപ്പെടുന്നതായ ഭഗവാന്റെ വില്ലിൻ്റെ പേരെന്താണ്? ശാർങ്ങ. ശാർങ്ങ ശരാസന ഉത്തമം. ശാർങ്ങമെന്ന ധനുസിനെ മുഹു വീണ്ടും വീണ്ടും വിസ്ഫൂർജയത് ശബ്ദിപ്പിച്ചു. അതിൻ്റെ ഞാണിനെ വലിച്ച് ശബ്ദമുണ്ടാക്കി. അത് സുരന്മാരും ദേവന്മാരും അസുരന്മാരും പൂജിക്കുന്ന ഭഗവാന്റെ വില്ലാണ്. ശാർങ്ങമെന്ന ധനുസിനെ ഭഗവാൻ ശബ്ദിപ്പിച്ചു. ഹരിപ്പരാനീക പയോമുജാമുഹു ശിലീമുഖാത്തുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വിസ്ഫൂർജയത് ശാർങ്ങ ശരാസനോത്തമം. ശ്ലോകം 24. ഗൃഹ്ണന്നിഷങ്കാദഥ സന്തതശരാൻ വികൃഷ്യമുഞ്ചൻ ശിതബാണപൂകാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വത് അലാതചക്രം. ഗൃഹ്ണൻ നിഷങ്കാത്. നിഷങ്കാത് തൂണീരത്തിൽ നിന്ന്, ശരാൻ ബാണങ്ങളെ, ഗൃഹ്ണൻ ഗ്രഹിക്കുന്നവനായി. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? ശത്രു സൈന്യം ശരങ്ങളെ അയച്ചപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? തൂണീരത്തിൽ നിന്ന്, അതായത് അമ്പിടുന്ന ഉറയാണ് തൂണീര. തൂണീരത്തിൽ നിന്ന് ഏറ്റവും മൂർച്ചയുള്ള ബാണങ്ങളെടുത്ത് ഉടനെ സന്തധത് തൊടുത്തുവിടുന്നവനായി ബാണമെടുത്ത് ഞാൻ തൊടുത്ത് വലിച്ചു വിട്ടു. ശിതബാണ പോകാൻ മൂർച്ചയുള്ള ബാണസമൂഹങ്ങളെ വികർഷ്യ വലിച്ച് മുഞ്ചൻ വിടുന്നവനായി രഥാൻ തേരുകളെയും കുഞ്ചര വാജി പത്തീൻ, കുഞ്ചര ആന, വാജി കുതിര, പത്തീൻ കാലാളുകളെയും നിഘ്നൻ ഹനിക്കുന്നവനായിരിക്കുന്ന ഹരിഹി. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഹരിക്കുന്നവൻ. അലാതചക്രം എന്തോ ചുറ്റിക്കറങ്ങുന്ന തീക്കൊള്ളി എന്ന പോലെ നിരന്തരം ഇടവിടാതെ അദൃശ്യത കാണപ്പെട്ടു. അപ്പോൾ ഒരു തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയാൽ അത് ഏത് വിധം വൃത്താകൃതിയായി കാണപ്പെടുന്നുവോ അതുപോലെ ഏത് ദിക്കിൽ നോക്കിയാലും കൃഷ്ണനെ കാണപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ ഞാൻ തൊടുത്തു വിട്ടപ്പോൾ എല്ലായിടത്തും കൃഷ്ണൻ കാണുന്നതായി തോന്നി. അവരുടെ ആനകൾ, കുതിരകൾ, കാലാൽപ്പടകൾ എല്ലാം ചത്തു വീണു. ഗൃഹ്ണന്നിഷങ്കാദത സന്തതശരാൻ വികൃഷ്യമുഞ്ചൻ ശിതബാണ പൂകാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വത് അലാതചക്രം. ശ്ലോകം 25. നിർഭിന്ന കുംഭ കരുണോ നിവേദുർ അനേകശോശ്വ ശരവൃഗ്ണകന്ധരാഃ രഥാ ഹതാശ്വധ്വജ സൂതനായകാഃ പതാതയ ഛിന്ന ഭുജോരുകന്ധരാഃ. നിർഭിന്ന കുംഭാഃ കരുണഃ നിവേദുഃ അനേകശഃ. കരുണഃ ഗജങ്ങൾ, നിർഭിന്ന കുംഭാഃ മുറിപ്പെട്ട മസ്തകങ്ങളോട് കൂടിയവയും. അപ്പം ഭഗവാന്റെ ബാണങ്ങൾ ഏറ്റപ്പോൾ ആനകളുടെ എല്ലാം മസ്തകങ്ങളെല്ലാം മുറിഞ്ഞു വീണു. അശ്വ കുതിരകൾ, ശരവൃഗ്ണകന്ധര ശരങ്ങളാൽ മുറിക്കപ്പെട്ട കഴുത്തുകളോടുകൂടിയവയും, രഥാഹ തേരുകൾ, ഹത അശ്വധ്വജ സൂതനായക ഹനിക്കപ്പെട്ട കുതിരകൾ, ധ്വജങ്ങൾ, സാരഥികൾ, നായകന്മാർ ഇവരോടുകൂടിയും, പതാതയ കാലാൾപ്പടകൾ, ഛിന്ന ഭുജോരു കന്ധര ഛിന്ന മുറിക്കപ്പെട്ട ഭുജങ്ങൾ, കൈകൾ, ഊരു ഊരു ഭുജോ ഊരു ഭുജോരു ഊരു എന്ന് വെച്ചാൽ തുടകൾ, കന്ധര കഴുത്തുകൾ ഇവയോട് കൂടിയവയുമായി അനേകശക അനേകമായിട്ട് നിവേദു പതിച്ചു. അപ്പൊ കൃഷ്ണബാണങ്ങളാൽ നശിക്കപ്പെട്ട ശത്രു സൈന്യത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്.
പിളർക്കപ്പെട്ട മസ്തകങ്ങളോടുകൂടിയ അനേക ആനകൾ, കഴുത്തുകളറ്റ കുതിരകൾ, തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകൾ, കൊടിയടയാളങ്ങൾ, തേരാളികൾ, നായകന്മാരെല്ലാവരും കൊല്ലപ്പെട്ടു. കാലാൽപ്പടകളിൽ ചിലരുടെ കൈകൾ മുറിഞ്ഞു, ചിലരുടെ തുടകൾ മുറിഞ്ഞു വീണു, ചിലരുടെ കഴുത്തുകൾ മുറിഞ്ഞ് സംഘം സംഘമായി അവർ വീണു. നിർഭിന്ന കുംഭ കരുണോ നിവേദോർ അനേകശോ അശ്വശര വൃഗ്നകന്ധര രഥാഹതാശ്വധ്വജ സൂതനായക പതാതയാച്ഛിന്ന ഭുജോരു കന്ധരാഹ. ശ്ലോകം 26. സംചിദ്യമാനദ്വിപഭേദവാജിനാം അംഗപ്രസൂതാ സദശോ അസ്രകാപക ഭുജാഹയ പുരുഷ ശീർഷ കച്ചപ ഹതദ്ദീപഹയ ഗ്രഹാകുല. അപ്പോൾ കൃഷ്ണനെ പോലെ തന്നെ പരാക്രമിയായ ബലരാമനും തൻ്റെ ആയുധമായ ഉലക്ക കൊണ്ട് ദുരഹങ്കാരിയായ ശത്രുക്കളെ അടിച്ചു കൊന്നു തുടങ്ങി. അപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടി ശത്രുക്കളെ, ആനകളെയും കുതിരകളെയും എല്ലാവരെയും യുദ്ധക്കളത്തിൽ കൊന്നു വീഴ്ത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണവ? സംഛിദ്യമാന ദ്വിപഭേദവാജിനാം. അംഗപ്രസൂതാഹ ശതസഹ അസ്രക് ആപകാഹ ഭുജ അഹയഃ പുരുഷ ശീർഷ കച്ചപ ഹത ദിവ ദീപ ഹയ ഗ്രഹാകുല. ലാസ്റ്റ് വരി നമുക്ക് ആദ്യം എടുക്കാം. ഹത ദിവ ദീപ ഹയ ഗ്രഹാകുല. ഹത ദിവ കൊല്ലപ്പെട്ട, ദിവ എന്ന് വെച്ചാൽ ആനകൾ എങ്ങനെ കാണപ്പെട്ടു? ദ്വീപുകളായിട്ടാണ് കാണപ്പെട്ടത്. ആനകൾ കൊന്നു വീഴുന്നപ്പോൾ അതൊരു ദ്വീപായിട്ട് തോന്നി. ഹയ ഗ്രഹാകുല. ഹയ എന്ന് വെച്ചാൽ കുതിരകൾ മുതലകളായി. അതായത് അവിടെ രക്തനദിയാണ് ഒഴുകിയത്, രക്തനദി. അപ്പം നദികളിൽ ഉള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നദികളിൽ അവിടെ ദ്വീപുകളുണ്ടല്ലോ. അപ്പോൾ ആനകളുടെ തലകളൊക്കെ വീണപ്പോൾ ദ്വീപുകളായിട്ടും, കുതിരകളെ വീണപ്പോൾ അവ മുതളകളായിട്ട്, നദികളിലുള്ള മുതളകളായിട്ട്. ഇപ്പം രക്തനദിയാണ് ഒഴുകുന്നത്, അപ്പം അതിൽ മുതളകളായിട്ട് ഈ കുതിരകൾ കാണപ്പെട്ടു. ഇനി പുരുഷ ശീർഷ കച്ചപ, പുരുഷന്മാരുടെ തലകളായ എന്തായിട്ട് തോന്നി? ആമകളായിട്ട്. ഈ രക്തനദിയിൽ ആമകൾ. അപ്പം നദികളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആയിട്ട് ഇവയെ ഉപമിച്ചിരിക്കുകയാണ്. അതായത് ആനകൾ ദ്വീപുകളായിട്ട് തോന്നി. ആനകളുടെ തലകളൊക്കെ വീണപ്പോൾ വലിയ ആനകളുടെ വലിയ ശരീരമല്ലേ, അപ്പോൾ ഇത് ആ നദിയിലെ ഇടയ്ക്ക് കാണുന്ന ദ്വീപായിട്ട് തോന്നി. കുതിരകളാണെങ്കിലോ ഗ്രഹാകുല, മുതളകളായിട്ട്. പുരുഷ ശീർഷ കച്ചപ, പുരുഷന്മാരുടെ തലകളാ ആമകൾ. കച്ചപ എന്ന് വെച്ചാൽ ആമ, ആമകളായിട്ട് തോന്നി, നദിയിലെ ആമകളായിട്ട് തോന്നി. ഭുജ അഹയഹ. ഇനി കൈകൾ, പുരുഷന്മാരുടെ കൈകളൊക്കെ വീണല്ലോ, കൈകളറ്റ് വീണല്ലോ, അത് സർപ്പങ്ങളായിട്ട് തോന്നിയെന്നാണ്. രക്തപ്പുഴയിലെ സർപ്പങ്ങളായിട്ട്. സംഛിദ്യമാന, മുറിക്കപ്പെട്ട ആളുകൾ, ദിപ ആനകൾ, ഭേദവാജിനാം കുതിരകൾ, ഇവയുടെ അംഗപ്രസൂത അവയവങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായ അസ്രക് ആപക. അസ്രക് എന്ന് വെച്ചാൽ രക്തം, ആപക നദികൾ, രക്തനദികൾ. അതായത് ആന, കുതിര, കാലാൾ ഇതിനെയൊക്കെ മുറിച്ചിട്ടപ്പോൾ അവയിൽ നിന്ന് രക്തം ഒഴുകുമല്ല,
അത് രക്തനദികളാണ്. അസ്രകാപക രക്തനദികൾ ശതശക അനേകങ്ങളായിട്ട് പ്രവർത്തിക്കപ്പെട്ടു. അപ്പോൾ അവിടെ രക്തനദി ഒഴുകി. അപ്പം ആ രക്തനദിയിലെ മുതലകളാണ് ആ കുതിരകൾ. ആനകൾ ദ്വീപുകളായി തോന്നി. പുരുഷന്മാരുടെ തലകൾ ആമകൾ, നദിയിലെ ആമകൾ, കൈകൾ സർപ്പങ്ങളായിട്ട്. അതാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംചിത്യമാനദ്വിഭേദവാജിനാം അംഗപ്രസൂത സദസോ അസ്രകപാക ഭുജ അഹയ പുരുഷ ശീർഷ കച്ചവ ഹതദ്ദിവദ്ദീപ ഹയഗ്രഹാകുലാഹ. ശ്ലോകം 27. കരോരുമീന നരകേശ ശൈവല ധനുത്തരംഗായുധ ഗുൽമസങ്കുല അശ്ചൂരികാവർത്തഭയാനകാ മഹാ മണിപ്രവേഗാഭരണാശ്മ ശർക്കരാഹ. കര ഊരു മീന നരകേശ ശൈവല ധനുഹു തരംഗ ആയുധ ഗുൽമ സങ്കുലാഹ അശ്ചുരിക ആവർത്ത ഭയാനക മഹാമണി പ്രവേഗ ആഭരണ അശ്മ ശർക്കര. പ്രവേഗ ആഭരണ അശ്മ ശർക്കര. മഹാമണി അധികം തിളങ്ങുന്ന ശ്രേഷ്ഠമായ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ മണിപ്രവേഗ ആഭരണ. ആഭരണങ്ങളുടെ ഇപ്പം ആഭരണങ്ങളിലൊക്കെ രത്നങ്ങളുണ്ടല്ലോ. ഇവരൊക്കെ സൈന്യങ്ങൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിലെ രത്നങ്ങൾ അതെങ്ങനെയായി കല്ലുകളായിട്ട് തോന്നിയെന്നാണ്. ആയുധ ഗുൽമ സങ്കുല അല്ല, പ്രവേഗ ആഭരണ അശ്മ ശർക്കര. ഇപ്പൊ നദികളിലെ കല്ലുകളായിട്ട്, ആഭരണങ്ങളിലെ രത്നങ്ങൾ നദികളുടെ കല്ലുകളായിട്ട്. അശ്വരികാവർത്ത ഭയാനക. ചുരിക പരിചകൾ, ആവർത്ത ചക്രങ്ങൾ മുതലായ ഭയാനക ചുഴികൾ കൊണ്ട് ഭയങ്കരം. ആവർത്തക എന്ന് വെച്ചാൽ ചുഴി. അശ്വരിക പരിചകൾ, ചക്രങ്ങൾ മുതലായവയാകുന്ന ചുഴികൾ കൊണ്ട് ഭയങ്കരങ്ങളും. ഇപ്പൊ നദിയിലെ ചുഴികൾ പോലെ ഭയങ്കരങ്ങളും. ധനുസ് തരംഗ ആയുധ ഗുൽമ സങ്കുല. ധനുസ് വില്ലുകളാകുന്ന തരംഗങ്ങൾ തിരകളോടും ആയുധങ്ങളാകുന്ന ഗുൽമ ചെടികളോട് സങ്കുല കൂടിയവയും. അപ്പൊ വില്ലുകള് അവിടെ കിടന്നപ്പോൾ തിരകൾ പോലെ തോന്നി. ആയുധങ്ങളെ ചെടികളോട് ചെടികളായിട്ട് സങ്കല്പിക്കുകയാണ്. നരകേശ ശൈവല മനുഷ്യരുടെ തലമുടികളാ അവിടുത്തെ ചണ്ടിയായിട്ട്. അതായത് വേസ്റ്റുകൾ, നദി കിടക്കുന്ന വേസ്റ്റുകൾ അടിഞ്ഞുകൂടൂല്ലേ, അപ്പൊ നദിയിലെ ചണ്ടികളായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. കരോരു മീന, കര ഉരു മീന. കര കൈകളും, ഊരു തുടകൾ ആകുന്ന മീന മത്സ്യങ്ങളോടുകൂടിയോ. അപ്പൊ കൈകളും തുടകളും മത്സ്യങ്ങളോട്. നേരത്തെ കൈകള് പാമ്പുകളെന്ന് പറഞ്ഞു. ഇപ്പോൾ തുടകളൊക്കെ വീണപ്പോൾ വലിയ മത്സ്യങ്ങളുണ്ടല്ലോ, അങ്ങനെ മത്സ്യങ്ങളായിട്ടും തോന്നപ്പെട്ടു. അപ്പൊ അവരുടെ ആഭരണങ്ങളിലെ രത്നങ്ങൾ ആ നദികളുടെ കല്ലുകളായിട്ട്, പിന്നെ പരിചകൾ, ചക്രങ്ങളൊക്കെ ചുഴികൾ, ചക്രങ്ങൾ മുതലായവയാകുന്ന ചുഴികൾ കൊണ്ട് ഭയങ്കരമായും, വില്ലുകളാകുന്ന തിരകളോടും ആയുധങ്ങളാകുന്ന ചെടികളോടും മനുഷ്യരുടെ തലമുടിയാകുന്ന ചണ്ടി ഓടുകൂടിയും കൈകളും തുടകളുമാകുന്ന മത്സ്യങ്ങളോടുകൂടിയും ആ രക്തനദി കാണപ്പെട്ടു. കരോരുമീന നരകേശ ശൈവല ധനുസ്തരംഗായുധ ഗുൽമസങ്കുല അശ്വരികാവർത്ത ഭയാനകാമഹ മണിപ്രവേഗാഭരണാശ്മ ശർക്കരാഹ. ശ്ലോകം 28. പ്രവർത്തിതാഭീരുഭയാവകാമൃതേ
മനസ്സിനാം ഹർഷകരീ പരസ്പരം വിനിഘ്നതാ അരീൻ മുസലനെ ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസ പ്രവർത്തിത ഭീരു ഭയാവഹ മൃദേ മനസ്സിനാം ഹരി പരസ്പരം വിനിഘ്നത അരീൻ മുസലേന ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസ സംഘർഷണേന അപരിമേയ തേജസ അപരിമേയ തേജസ് പരിച്ഛേദിക്കാൻ കഴിയാത്ത സാമർഥ്യത്തോടുകൂടിയും ദുർമദാൻ ദുരഹങ്കാരികളായ അരീൻ ശത്രുക്കളെ മുസലേന ഉലക്ക കൊണ്ട് വിനിഘ്നത നശിപ്പിക്കപ്പെടുന്നവനുമായ സംഘർഷണേന ബലരാമൻ ഭഗവാൻ ശരം കൊണ്ട് നശിപ്പിച്ചപ്പോൾ ബലരാമൻ എന്ത് ചെയ്തു? ഉലക്ക കൊണ്ടാണ് അടിച്ചു കൊന്നത്. മൃതേ യുദ്ധത്തിൽ മനസ്സിനാം ധീരന്മാർക്ക് പരസ്പരം അന്യോന്യം ഹർഷകരി സന്തോഷത്തെ ജനിപ്പിക്കുന്നവയും ധീരന്മാർക്ക് സന്തോഷം ഭീരു ഭയാവക ഭീരുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവയുമായിരുന്നു ആ യുദ്ധം. അപ്പൊ കൃഷ്ണനും ബലരാമനും കൃഷ്ണൻ ശരങ്ങൾ കൊണ്ടും ബലരാമൻ ഉലക്ക കൊണ്ടും എല്ലാവരെയും ആന, തേര്, കാലാൽപ്പട എല്ലാത്തിനെയും അടിച്ച് കൊന്നു. പ്രവർത്തിതാഭീര് ഭയാവഹാമൃതേ മനസ്സിനാം ഹർഷകരീ പരസ്പരം വിനിഘ്നതാരീൻ മുസലേന ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസ. ശ്ലോകം 29. ബലം തദങ്കാർണവ ദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോ വിക്രീഡിതം തജ്ജഗദീശയോപരം. ബലം തത് അംഗ അർണവ ദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്ര പാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോ വിക്രീഡിതം തത് ജഗദീശയോ പരം. അംഗ ബലം തത് അംഗ അംഗ ഹേ പൂജ്യ അർണവ ദുർഗ ഭൈരവം സമുദ്രം പോലെ അർണവം സമുദ്രം സമുദ്രം പോലെ ദുർഗഭൈരവം കടക്കാൻ കഴിയാത്തതായും ഭയങ്കരമായും ദുരന്തപാരം അന്തവും ആദിയും അവധിയും ഇല്ലാത്തതായും മഗധ ഇന്ദ്രപാലിതം മഗധ രാജാവിനാൽ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന മഗധ രാജാവാര് ജരാസന്ധനാൽ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന തത്ബലം ആ സൈന്യം ക്ഷയം നാശത്തെ പ്രണീതം നയിക്കപ്പെട്ടു. അപ്പോൾ ജരാസന്ധനാൽ പാലിക്കപ്പെട്ട എല്ലാ സൈന്യവും നശിക്കപ്പെട്ടു. തത് അത് ജഗദീശയോഹോ ലോകേശ്വരന്മാരായ വസുദേവപുത്രയോഹോ വസുദേവപുത്രന്മാരുടെ രാമകൃഷ്ണന്മാരുടെ വിക്രീഡിതം പരം കേവലം ലീലയാകുന്നു. അവർക്കൊരു ലീല പോലെയാണ്. 23 അക്ഷൗഹിണിപ്പടയാണ് വന്നത്. ഇവർക്ക് 2 തേരും ചെറിയ സൈന്യവും മാത്രമേ ഉള്ളൂ. അവരൊരു ലീലയെ പോലെ ഒരു ലീലയായിട്ട് ഒരു കളിയായിട്ട് എല്ലാവരെയും കൊന്നൊടുക്കി. ബലം തദങ്കാർണവ ദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോ വിക്രീഡിതം തദ് ജഗദീശയോ പരം. ശ്ലോകം 30. സ്ഥിത്യുദ്ഭവാന്തം ഭുവനത്രയസ്യയാ സമീഹതേനന്ദ ഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹ സ്തദാ വിമർത്യാനു വിധസ്യ വർണ്യതേ. സ്ഥിതി ഉദ്ഭവ അന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ അനന്ത ഗുണഃ സ്മ ലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹ തഥാ നിഗ്രഹഃ തഥാ അപി മർത്യ
മർത്യാനു വിധസ്യ വർണ്യതേ. അവിടെ സ്മലീലയ എന്നുള്ളത് ചിലയിടത്ത് സ്വലീലയ എന്ന് പാഠഭേദമുണ്ട്. അനന്തഗുണഃ അളവറ്റ ഗുണമുള്ളവനായ യഹ യാതൊരുവൻ ഭുവനത്രയസ്യ 3 ലോകത്തിൻ്റെയും സ്ഥിതി ഉത്ഭവ അന്തം സ്ഥിതി ഉത്ഭവാന്തം സ്ഥിതി ഉദ്ഭവ അന്തം സ്ഥിതി എന്നുവെച്ചാൽ രക്ഷ, ഉത്ഭവം സൃഷ്ടി ഉൽപ്പത്തി, അന്തം നാശം, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നതിനെ ലീലയ കളി കൊണ്ട് സമീകതയെ നടത്തി വരുന്നു. ഏതൊരുത്തനാണോ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ഒരു ലീലയായിട്ട് നടത്തുന്നത്, സ്വാഹ തസ്യ അവന് പരപക്ഷ നിഗ്രഹ ശത്രുപക്ഷപദം ന ചിത്രം ആശ്ചര്യമല്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാന് ഒരു ശത്രു സംഹാരത്തെ നടത്തുക എന്ന് പറയുന്നത് ആശ്ചര്യമല്ല, അത് ഒരു ലീല മാത്രമാണ്. തഥാപി എങ്കിലും മർത്യാനുവിധസ്യ മനുഷ്യ സ്വഭാവത്തെ അനുകരിക്കുന്നവന്റെ ലീലകൾ വർണ്ണ്യതേ വർണ്ണിക്കപ്പെടുന്നു. അപ്പൊ മനുഷ്യ സ്വഭാവമാണല്ലോ, ഭഗവാന്റെ ഒരു കടാക്ഷം മതി ഇതിനെല്ലാം നശിപ്പിക്കാൻ. പക്ഷേ മനുഷ്യ ബുദ്ധിക്ക് ആശ്ചര്യം തോന്നാതെ, മനുഷ്യ ബുദ്ധിക്ക് നിരക്കത്തക്ക വിധം മനുഷ്യലീലയായിട്ട് ഒരു മനുഷ്യനായി അവതരിച്ചിരിക്കുകയല്ലേ ഭഗവാൻ. അപ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഭഗവാൻ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ ഭഗവാന്റെ ഒരു നോട്ടം മാത്രം മതി ഇവയെല്ലാം നശിപ്പിക്കാൻ. മനുഷ്യ ശരീരത്തെ ധരിച്ചുകൊണ്ട് ഈ വിധം നടത്തുന്നതിനാൽ മനുഷ്യബുദ്ധിക്ക് ആശ്ചര്യം തോന്നുന്നു. അത് നിമിത്തം കവികൾ ഭഗവാന്റെ ഈ ലീലകൾ വർണ്ണിക്കുന്നു. സ്ഥിത്യുത്ഭവാന്തം ഭുവനത്രയസ്യയാ സമീഹതേനന്ദ ഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹ സ്തദാപി മർത്യാനു വിധസ്യ വർണ്യതേ. ശ്ലോകം 31. ജഗ്രാഹവിരഥം രാമോ ജരാസന്ധം മഹാബലം ഹതാനീക അവശിഷ്ടാസും സിംഹം ഇവ ഉജസ. ജഗ്രാഹ വിരഥം രഥമില്ലാത്തവനും മഹാബലം സ്വതേ വളരെ ബലമുള്ളവനും ഹത ആനീക അവശിഷ്ടാസും ഖനിക്കപ്പെട്ട ആനീക സൈന്യത്തോടും അവശേഷിച്ച അസും പ്രാണനോട് കൂടിയവനുമായ ജരാസന്ധനെ. അപ്പോൾ സൈന്യം നശിച്ചു, ആളുകള് ബലം എല്ലാം അവൻ്റെ എല്ലാം നശിച്ചു, പിന്നെ പ്രാണൻ മാത്രം ജരാസന്ധൻ അവശേഷിച്ചു. അങ്ങനെയുള്ള ജരാസന്ധനെ ബലരാമൻ സിംഹമിവ സിംഹത്തെ സിംഹം എന്ന പോലെ, ഒരു സിംഹം മറ്റൊരു സിംഹത്തെ എന്ന പോലെ ഓജസ പ്രഭാവത്തോടുകൂടി ജഗ്രാഹ കടന്നു പിടിച്ചു. അപ്പൊ ജരാസന്ധനും മോശപ്പെട്ട ആളല്ല, ജരാസന്ധനും സിംഹത്തിന്റെ ബലമുള്ളവൻ തന്നെയാണ്. അപ്പൊ ബലരാമനും സിംഹം തന്നെയാണ്. ഒരു സിംഹം മറ്റൊരു സിംഹത്തെ പിടിക്കുന്നത് പോലെ ബലരാമൻ ഇവനെ പിടിച്ചു. ആ സിംഹത്തെ സിംഹം എന്ന പോലെ ജരാസന്ധനെ പിടിച്ചു. ജഗ്രാഹ വിരഥം രാമോ ജരാസന്ധം മഹാബലം ഹത ആനീക അവശിഷ്ടാസും സിംഹം ഇവ ഉജസ. ശ്ലോകം 32. ബധ്യമാനം ഹതാര ആരാദിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദ സ്തേന കാര്യചികീർഷയാ. ബധ്യമാനം ഹത ആരാദിം പാശൈഃ വാരുണമാനുഷൈഃ വരുണ സംബന്ധിയും, അതായത് വരുണപാശം കൊണ്ട് ബലരാമൻ എന്ത് ചെയ്തു? ജരാസന്ധനെ കെട്ടി. ഇപ്പൊ വരുണ സംബന്ധമായ എന്ന് വെച്ചാൽ വരുണ സംബന്ധിയും മനുഷ്യ സംബന്ധിയുമായ പാശം കൊണ്ട് ബധ്യമാനം ബന്ധിക്കപ്പെടുന്നവനും ബലരാമൻ എന്ത് ചെയ്തു? വരുണപാശം കൊണ്ട് ജരാസന്ധനെ കെട്ടി. ഹത അരാദി എന്ന് വെച്ചാൽ ശത്രു ഖനിക്കപ്പെട്ട ശത്രുക്കളോടുകൂടി, കൊല്ലപ്പെട്ട ശത്രുക്കളോടുകൂടിയവനുമായ അവനെ ജരാസന്ധനെ. അപ്പോൾ
ബലരാമൻ എന്ത് ചെയ്തു? ജരാസന്ധനെ വരുണപാശം കൊണ്ട് കെട്ടിയ അവനെ ജരാസന്ധനെ കൃഷ്ണൻ ഗോവിന്ദൻ തേന അവനെ കൊണ്ട് കാര്യചികീർഷയ ഉദ്ദേശം സാധിക്കാനുള്ള ഇച്ഛയാൽ വാരയാമാസ അവനെ കൊല്ലാൻ സമ്മതിച്ചില്ല. ഭരണപാശം കൊണ്ട് അവനെ കെട്ടിക്കൊല്ലാനാണ് ബലരാമൻ വിചാരിച്ചത്. പക്ഷേ കൃഷ്ണൻ അവനെ കൊല്ലാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്? അവനെ കൊണ്ട് ഇനിയും കാര്യചികീർഷയ ഉദ്ദേശം സാധിക്കാനുണ്ട്. അതായത് ഇനിയും ഇവന് കുറേ അക്ഷൗഹിണികളുണ്ട്, ഇവയെല്ലാം കൊണ്ടുവരുമ്പോൾ ആ ദുഷ്ടന്മാരെ എല്ലാം തനിക്ക് കൊല്ലണം എന്നുള്ള ചിന്ത കൊണ്ട് ഭഗവാൻ ജരാസന്ധനെ കൊല്ലാൻ സമ്മതിച്ചില്ല. വ്യഥ്യമാനം ഹതാരാദിം പാശൈർവാരുണമാനുഷൈഹി വാരയാമാസ ഗോവിന്ദ സ്തേന കാര്യചികീർഷയാം. ശ്ലോകം 33. സമുക്തോ ലോകനാഥാഭ്യാം വിക്രീഡോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിതപതിരാജഭിഃ. സമുക്തഃ ലോകനാഥാഭ്യാം വ്രീഡിതഃ വീരസമ്മതഃ വീരൻ എന്ന് പ്രസിദ്ധനും ലോകനാഥാഭ്യാം ലോകേശന്മാരാൽ മുക്തഃ മോചിക്കപ്പെട്ടവനും പ്രീഡിതഃ ലജ്ജിതനുമായ സഹാവൻ ജരാസന്ധൻ. ഇപ്പൊ ജരാസന്ധൻ വീരൻ, ലോകപ്രസ്ഥനാണ്. ജരാസന്ധൻ മറ്റു രാജാക്കന്മാരെ എല്ലാം ജയിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ളവൻ ലോകനാഥന്മാരാൽ, അതായത് രാമകൃഷ്ണന്മാരാൽ മോചിക്കപ്പെട്ടവനും. അപ്പോൾ അവനെ ഭരണപാശം കൊണ്ട് കെട്ടിയിട്ട് രാമകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അവനെ വിട്ടു, മോചിപ്പിക്കപ്പെട്ടു. വ്രീഡിത, അപ്പോൾ അവൻ ലജ്ജിച്ച സഹാവൻ ജരാസന്ധൻ തപസ്സിനായിക്കൊണ്ട് കൃത ചെയ്യപ്പെട്ട സങ്കല്പത്തോട് അവൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഈ 2 കൊച്ചു പിള്ളേരുടെ മുൻപിൽ ആദ്യം അഹങ്കരിച്ചവനാണ് അല്ലേ, നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ വരുന്നില്ല, എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞവൻ ഇപ്പോൾ സ്വയം ലജ്ജിതനായി. അപ്പോൾ അവൻ വിചാരിച്ചു, ഇനി ഞാൻ തപസ്സിന് പോകാം എന്ന് വിചാരിച്ച് വഴിയിൽ രാജാക്കന്മാരാൽ വാരിത വിരോധിക്കപ്പെട്ടു. അങ്ങനെ തപസ്സിന് പോകാൻ നിശ്ചയിച്ച് ജരാസന്ധൻ പോയപ്പോൾ ശിശുപാലൻ തുടങ്ങിയ ദുഷ്ടന്മാരായ രാജാക്കന്മാരെന്ത് ചെയ്തു? അടുത്ത് വന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, തപസ്സിന് പോകണ്ട, നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് അവനെ തപസ്സിൽ നിന്ന് അവനെ നിരോധിച്ചു. തപസ്സിന് പോവാൻ സമ്മതിച്ചില്ല. ഭാരിത വിരോധിക്കപ്പെട്ടു, തടയപ്പെട്ടു. തപസ്സിന് പോകാതെ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ആര്? ശിശുപാലൻ തുടങ്ങിയ ദുഷ്ടരാജാക്കന്മാർ. സമുക്തോ ലോകനാഥാഭ്യാം പ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിതപതിരാജഭിഃ. ശ്ലോകം 34. വാക്യൈ പവിത്രാർത്ഥപദൈർ നയനൈ പ്രാകൃതൈരഭി സ്വകർമ്മബന്ധേ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ. വാക്യൈ പവിത്ര അർത്ഥപദൈഹി പരിശുദ്ധ അർത്ഥങ്ങളോടുകൂടിയ പദങ്ങളടങ്ങിയ വാക്യങ്ങൾ കൊണ്ടും, അതായത് തപസ്സിനായി പോകുന്നവനെ തടസ്സപ്പെടുത്താൻ ശിശുപാലാദികൾ ബഹുവിധ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് പരിശുദ്ധമായ അർത്ഥങ്ങളോടുകൂടിയ വാക്യങ്ങൾ കൊണ്ട് പ്രാകൃതൈഹി ലൗകികങ്ങളായ നയനൈഹി അഭി നീതികൾ കൊണ്ടും രാജനീതിയെ അനുസരിക്കുന്ന വാക്കുകൾ കൊണ്ടും വാരിത വിരോധിക്കപ്പെട്ടു, തടസ്സപ്പെടുത്തിയിട്ട് യദുക്കളാൽ അങ്ങേക്ക് അയം പരാഭവ ഈ തോൽവി സ്വകർമ്മബന്ധേ തൻ്റെ കർമ്മബന്ധത്തിൽ പ്രാപിക്കപ്പെട്ടു. അപ്പോൾ ഈ തോൽവി പറ്റിയത് കർമ്മഫലം, അല്ലാതെ എന്തു പറയാൻ എന്നിങ്ങനെ സാധാരണക്കാർ പറയുന്ന മട്ടിലൊക്കെ പറഞ്ഞ് ഒരുവിധം ജരാസന്ധനെ സമാധാനിപ്പിച്ച് തപസ്സിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ചു. ആര്? ശിശുപാലാദി ദുഷ്ടരാജാക്കന്മാർ. വാക്യൈ പവിത്രാർത്ഥപദൈർ നയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധേ പ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ. ശ്ലോകം 35.
കഥേഷു സർവാനികേഷു നൃപോ ബാർഹദ്രഥസ്തഥാ ഉപേക്ഷിതോ ഭഗവത മഗധാൻ ദുർമനായയൗ. കഥേഷു സർവ അനീകേഷു നൃപഃ ബാർഹദ്രഥഃ തഥാ തഥാ പ്രകാരം സർവ അനീകേഷു സകല അനീകേഷു സൈന്യങ്ങളും ഹതേഷു കൊല്ലപ്പെട്ടപ്പോൾ ഭഗവതഃ ഉപേക്ഷിതഃ രണ്ടാമത്തെ വരി ഉപേക്ഷിതോ ഭഗവത ഉപേക്ഷിതഃ ഭഗവതഃ ഭഗവതാ ഉപേക്ഷിത ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ബാർഹദ്രഥ നൃപ ബാർഹദ്രഥ നൃപൻ എന്ന് പറഞ്ഞ ജരാസന്ധൻ ദുർമന മൗഢ്യത്തോടു കൂടിയവനായി മഗധാൻ മഗധ രാജ്യങ്ങളെ യയൗ മഗധ രാജ്യത്തിലേക്ക് പോയി. ഇങ്ങനെ സൈന്യങ്ങളെല്ലാം നശിപ്പിച്ച് ഭഗവാനാൽ വിട്ടയക്കപ്പെട്ട് ജരാസന്ധൻ ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാരുടെ ഉപദേശം അനുസരിച്ച് ലജ്ജയോടുകൂടി തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. കഥേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രഥസ്തഥാ ഉപേക്ഷിതോ ഭഗവത മഗധാൻ ദുർമനായയൗ. ശ്ലോകം 36. മുകുന്ദോ അപ്യക്ഷത ബലോ നിസ്തീർണാരി ബലാർണവ വിഹീര്യമാണ കുസുമൈ ത്രിദശൈർ അനുമോദിതഃ. മുകുന്ദഃ അപി അക്ഷത ബലഃ നിസ്തീർണ അരി ബലാർണവഃ. അക്ഷത ബലഃ നശിക്കാത്ത സൈന്യത്തോടു കൂടിയവനും നിസ്തീർണ അരി ബലാർണവ കടക്കപ്പെട്ട ശത്രു സൈന്യ സമുദ്രത്തോട് കൂടിയവനുമായ മുകുന്ദക അഭി മുകുന്ദനും ത്രിദശൈഹി ദേവന്മാരാൽ കുസുമൈഹി പുഷ്പങ്ങൾ കൊണ്ട് വിഗീര്യമാണക വിതറപ്പെട്ടവനും അനുമോദിത അനുമോദിക്കപ്പെട്ടവനുമായി. അപ്പൊ ഭഗവാന്റെ സൈന്യങ്ങൾ നശിച്ചില്ല. അപ്പൊ നശിക്കാത്ത സൈന്യത്തോടു കൂടിയ ശത്രു സൈന്യത്തെ എല്ലാം തോൽപ്പിച്ച മുകുന്ദൻ മുക്തി ദദാതി ഇതി മുകുന്ദക മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ. അങ്ങനെയുള്ള മുകുന്ദൻ ദേവന്മാരാൽ പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടവനായി ദേവന്മാർ ഭഗവാനെ പുകഴ്ത്തി. മുകുന്ദോപ്യക്ഷത ബലോ നിസ്തീർണാരി ബലാർണവ വിഗീര്യമാണ കുസുമൈ ത്രിദശൈരനുമോദിതഃ. ശ്ലോകം 37. മാധുരൈരുപസംഗമ്യ വിജ്വരൈർ മുദിതാത്മഭിഃ ഉപഗീയമാന വിജയ സൂതമാഗത വന്ദിഭിഃ. മാധുരൈഃ ഉപസംഗമ്യ വിജ്വരൈഃ മുദിതാത്മഭിഃ ഉപഗീയമാന വിജയ സൂതമാഗത വന്ദിഭിഃ. മുദിതാത്മഭിഃ സന്തോഷിച്ച മനസ്സോടുകൂടിയവനും വിജ്വരൈഹി ദുഃഖം തീർന്നവരുമായ മാധുരൈഹി മധുര നിവാസികളാൽ. ഇതുവരെ മധുര നിവാസികൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഭഗവാൻ ജയിക്കുമോ എന്ന്. ഇപ്പോൾ ജയിച്ചപ്പോഴാ അവർക്ക് ദുഃഖമൊക്കെ തീർന്നു. അങ്ങനെയുള്ള മാധുരൈഹി മധുര നിവാസികളാൽ ഉപസംഗമ സമീപം പ്രാപിക്കപ്പെട്ടു. അതായത് മധുര നിവാസികൾ ഭഗവാന്റെ അടുത്തെത്തി. സൂതമാഗത വന്ദിഭി സൂതമാഗത വന്ദികളാൽ ഉപഗീയമാന വിജയ കീർത്തിക്കപ്പെട്ട വിജയത്തോടുകൂടിയവനുമായി ഭഗവാൻ ഭവിച്ചു. അപ്പോൾ മധുരാവാസികൾ ഭഗവാന് ചുറ്റും കൂടി ജയഘോഷത്തോടെ ഭഗവാനെ എതിരേറ്റവർ സ്വീകരിച്ചു. മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയ സൂതമാഗത വന്ദിഭിഃ. ശ്ലോകം 38. ശംഖദുന്ദുഭയോനേതോർ ഭേരി തുര്യാണ്യനേകശ വീണാ വേണു മൃദംഗാനി പുരം പ്രവിശതി പ്രഭു. അതായത് കൃഷ്ണനും രാമനും പുരം പട്ടണത്തെ പ്രവേശിക്കുന്ന സമയത്തിൽ അനേകമായിട്ട്
അവരെന്ത് ചെയ്തു? വാദ്യഘോഷങ്ങൾ മുഴക്കി. ഏതൊക്കെയാണ്? ശംഖ, ദുന്ദുഭി, നേതൃ മുഴക്കി, ഭേരി, തുര്യാണി, അനേകം വീണ, വേണു, മൃദംഗങ്ങൾ, ഭേരികൾ, തൂര്യങ്ങൾ വാദ്യഘോഷങ്ങളാണ്. ശംഖം, ദുന്ദുഭി ഇവയെല്ലാം അവർ മുഴക്കി, അതായത് വിജയം ഘോഷിച്ചു. ഇങ്ങനെ വാദ്യഘോഷങ്ങളെല്ലാം, വീണകൾ, വേണുകൾ, മൃദംഗങ്ങൾ, ശംഖങ്ങൾ, ദുന്ദുഭികളെല്ലാം വാദ്യഘോഷങ്ങൾ അവർ മുഴക്കി. ശംഖദുന്ദുഭയോനേതോർ ഭേരി തുര്യാണ്യനേകശ വീണ വേണു മൃദംഗാനി പുരം പ്രവിശതി പ്രഭു. ശ്ലോകം 39. സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർക്കുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധ തോരണാം. സിക്തമാർഗാം, അപ്പം മാർഗങ്ങളെല്ലാം ഇതുവരെ സൈന്യങ്ങളുടെ കുതിരകളോ ആനകളോ ഒക്കെ വന്ന് പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെല്ലാം അവിടെ എല്ലാം നനയ്ക്കപ്പെട്ടു. വഴികളെല്ലാം വെള്ളം കൊണ്ട് നനച്ച് പൊടികളൊക്കെ ഇല്ലാതാക്കി. അതാണ് സിക്തമാർഗം. എല്ലാം വഴികളെല്ലാം വെള്ളം കൊണ്ട് തളിക്കപ്പെട്ട വഴികളോടും ഹൃഷ്ടജനം എല്ലാവരും സന്തോഷിച്ചു. സന്തോഷിച്ച ജനങ്ങളോടും പതാകാപി കൊടിക്കൂറകൾ, അവർ എല്ലായിടത്തും കൊടിക്കൂറകൾ, വിജയക്കൊടികൾ നാട്ടി. അലങ്കൃതം അലങ്കരിക്കപ്പെട്ട് ബ്രഹ്മഘോഷേണ ബ്രാഹ്മണർ വേദങ്ങൾ പറഞ്ഞു. വേദമന്ത്രങ്ങൾ കൊണ്ട് അവിടെ മുഖരിതമായി. നിർക്കുഷ്ടാം വേദമന്ത്രങ്ങൾ ശബ്ദങ്ങളാൽ ഘോഷിക്കപ്പെട്ടും കൗതുകാബദ്ധ തോരണ ഉത്സവത്താൽ എങ്ങും കെട്ടിയ തോരണങ്ങളോടും കൂടി ആ മധുര വീഥി അലങ്കൃതമായി. ജരാസന്ധനെ ജയിച്ച പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മധുരാ പട്ടണം ഏതുവിധം ആ വിജയത്തെ ആഘോഷിച്ചു എന്ന് പറയുന്നതാണ്. വഴികളെല്ലാം വെള്ളം കൊണ്ട് നനച്ച് ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. കൊടിക്കൂറകൾ ഉയർത്തിക്കെട്ടി വേദഘോഷങ്ങളാൽ 4 ഭാഗത്തും ശബ്ദാനമയമായി ഉത്സവത്തെ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ ഭാഗത്തും തോരണങ്ങൾ കെട്ടി അലങ്കരിച്ചു. സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർക്കുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധ തോരണാം. ശ്ലോകം 40. നീചീയമാനോ നാരീഭിർ മാല്യദത്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണ സസ്നേഹം പ്രത്യുത്കലിത ലോചനൈഃ. നീചീയമാനഃ നാരിഭിഃ മാല്യദധി അക്ഷത അങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീതി ഉത്കലിത ലോചനൈഃ. നാരിഭിഃ സ്ത്രീകളാൽ മാല്യദക്ഷ അക്ഷത അങ്കുരൈ മാല്യങ്ങൾ, ദധി അക്ഷതം മലരുകൾ മുതലായവയാൽ മാല്യദത്യ അക്ഷത അങ്കുരൈഃ ഇവയാൽ നീചീയമാന വികിരണം ചെയ്യപ്പെട്ടവനായി, അതായത് പട്ടണത്തിലെ സ്ത്രീകൾ പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, മലരുകൾ മുതലായവ ഭഗവാന്റെ ശിരസിൽ വിതറി. സന്തോഷമായി അവരെല്ലാം ഭഗവാന്റെ ശിരസിൽ പൂക്കളും ദധി അക്ഷതവും മലരുകളെല്ലാം വിതറി. പ്രീതി ഉത്കലിത ലോചന പ്രീതിയാൽ വികസിച്ച നേത്രങ്ങളോടുകൂടിയ ജനങ്ങളാൽ സസ്നേഹം സ്നേഹത്തോടുകൂടി നിരീക്ഷമാണ് എല്ലാവരും സ്നേഹത്തോടുകൂടി ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭഗവാൻ എന്തു ചെയ്തു? മധുരാ പട്ടണത്തിൽ പ്രവേശിച്ചു. അപ്പം അങ്ങനെ ജരാസന്ധന്റെ ആദ്യ യുദ്ധത്തിൽ ഭഗവാൻ വിജയിച്ച് മധുരാവാസികൾ ആ വിജയം ആഘോഷിക്കുന്നു. ഇന്ന് നമുക്കിവിടെ നിർത്താം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.